എൽസി രുചി ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചത്, അതിലേക്കുള്ള ചേരുവകൾ: വെളിച്ചെണ്ണ, സബോള, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 2 വറ്റൽമുളക്, പച്ചമുളക്, തക്കാളി, വേപ്പില, മല്ലിയില. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലൊന്നും ചേർക്കണ്ട. ഞാൻ ഈ ചെയ്ത ചേരുവകൾ മാത്രം മതി. പെട്ടെന്ന് തന്നെ തയ്യാറാവും. ഒരു 3 വിസിലടിച്ചാൽ തന്നെ ഒരുവിധം മട്ടൻ തയ്യാറായി കഴിയും. ഇതിനി ഞാൻ ഈ കുക്കർ അടുത്ത് വെച്ച് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. വറ്റൽമുളക് കുറച്ച് ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബോള, ഒരു മീഡിയം സബോള കട്ട് ചെയ്തതാണ്. 5 ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ്. ഇനി 4 പച്ചമുളക് അരിഞ്ഞതാണ്. നമുക്ക് ആവശ്യം പോലെ ചേർക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ സബോള കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി പൊടി അരച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. നമ്മുടെ ഉള്ളി വേഗം മൂത്ത് വരാൻ നമുക്ക് 1/2 ടീസ്പൂണ് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയും ഉള്ളിയെല്ലാം കുറച്ച് അതിലേക്ക് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നമുക്ക് 1 ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചേർക്കാവുന്നതാണ്. നമുക്ക് മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി വെട്ടിയ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കും. മട്ടൻ ഇട്ട് കൊടുത്തു.
മുട്ട ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇളക്കി ചേർക്കാം. ഇനി നമ്മൾക്ക് ഇതിൽ ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് മല്ലിയില ഇട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു കപ്പ് വെള്ളം നമ്മൾ ഇനി ഇതിൻ്റെ അടപ്പ് അടച്ച് ഒരു 3 വിസിൽ വരുന്നവരെ ഇതിൻ്റെ അടപ്പ് അടയ്ക്കാം. വിസിൽ പോയി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ മട്ടൻ കറി തയ്യാറായിട്ടുണ്ട്. മട്ടൻ കറി തയ്യാറായി. നമ്മുടെ കറി നല്ല ചാറ്, അതിന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് മട്ടൻ കറി. ഒരു മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് താളിച്ച് വയ്ക്കും. നല്ല കളറൊക്കെ വരും. ഇനി ഇത് മട്ടൻ കറി ചാറുള്ളതാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.